ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ പ്രോഡക്ട്സ്, അതായത് വേർസ്റ്റ് പിന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്തൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്കിൻ കെയറിലും പിന്നെ ഹെയർ കെയർ ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് സ്കിൻ കെയർ ആണ്. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വേർസ്റ്റ് പ്രോഡക്ട്സ് പറയാം, എന്നിട്ട് ബെസ്റ്റ് പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്നും പറയുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സ്കിന്നിലായിട്ടുള്ള വേർസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തത് ഒരു ഫേസ് വാഷാണ്. അത് ക്ലീൻ ആൻഡ് ക്ലിയർ ഫേസ് വാഷ് എന്നാണ്. അത് ഒരുപാട് എൻ്റെ ഫേസ് ഞാൻ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഡ്രൈ ആയി. കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റേത്, പക്ഷേ ഏറ്റവും ഡ്രൈ ആയി. അത് യൂസ് ചെയ്ത് ഒരുപാട് ഓപ്പൺ പോർസ് ഉണ്ടാവുന്നതും ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവുന്നതും പിന്നെ ആക്നെ പിമ്പിൾ ഒരുപാട് ജാസ്തിയായി, എനിക്ക് ഒരുപാട് കൂടിയിട്ടാണ് എനിക്ക് കണ്ടായിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ടാണ് പറയാനുള്ളത് ഇത് ഐബ്രോ പെൻസിൽ. അത് റാൻഡമായിട്ട് ഇങ്ങനെ ഒരു ബ്രാൻഡഡ് എന്നായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ കണ്ണിന് ഇറിറ്റേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഐബ്രോസൊക്കെ അത് ഒന്നും ഒരുപാട് ഒട്ടുന്നത് പോലെ, ഈ ഞങ്ങളുടെ സ്കാൽപ്പിലൊക്കെ ഇത് ഇച്ചിനെസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഐബ്രോസിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബ്രാൻഡ് ഞാൻ ഓർക്കുന്നില്ല, ബിക്കോസ് ഞാൻ ഉപയോഗിച്ചിരുന്നത് റാൻഡമായിട്ട് എന്ത് കൈക്ക് കിട്ടിയോ അങ്ങനെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഐബ്രോ പെൻസിൽ. അതുകൊണ്ട് കൂടി എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയാനായിട്ടുള്ളത് ഐ ഷാഡോ ഉപയോഗിക്കുമ്പോഴും അങ്ങനെ തന്നെ നോർമൽ ഫാൻസി സ്റ്റോറിൽ പോയിട്ട് കൈക്ക് എന്ത് കിട്ടുമോ അതങ്ങനെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതും ഇങ്ങനെ സ്കിന്നൊക്കെ ഒരു ചൊറിച്ചിൽ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ണിൻ്റെ ഭാഗത്ത്. പിന്നെ അടുത്തതെന്ന് പറയാൻ ഇവിടെ ഐലൈനർ വേർസ്റ്റായിട്ടുള്ളതെന്ന് വെച്ചാൽ ലാക്മേ ഐലൈനറാണ്. എനിക്ക് എൻ്റെ കണ്ണിൻ്റെ ലാഷസിന് ഒട്ടിയതുമില്ല, അത് ഐലൈനർ എഴുതുമ്പോൾ അത് ഒട്ടുന്നുമില്ല സ്കിന്നിന്, അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയാനായിട്ടുള്ളത് കാജൽ ഉപയോഗിക്കുമ്പോൾ ഹിമാലയ കാജൽ എനിക്ക് ഒട്ടും ഇഷ്ടമാവാത്ത ഒരു കാജലാണ്. പിന്നെ ഇനിയൊന്ന് ഐടെക്സ് കാജൽ, അതും ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും എനിക്ക് കണ്ണിന് ഇറിറ്റേഷന് ചൊറിച്ചിലേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയാൻ കോമ്പാക്ട് പൗഡറാണ്. കോമ്പാക്ട് പൗഡർ എനിക്ക് ലാക്മേ, അതെൻ്റെ സ്കിൻ ടോണിനും മാച്ചായില്ല. അതൊരു ഓയിലി ടെക്സ്ചർ കൂടി, അതായത് എൻ്റെ ഓയിൽ എക്സ്ക്രീഷൻ ഓഫ് ഓയിൽ എന്ന് പറയുമല്ലോ സ്കിന്നിൽ, അത് ഒരുപാട് കൂടിയിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്തതെന്ന് പറയാനായിട്ടുള്ളത് ലിപ്പ് ലൈനർ. അതും അങ്ങനെ തന്നെ ഐബ്രോ പെൻസിൽ പോലെ തന്നെ ലിപ്പ് ലൈനർ പെൻസിലും റാൻഡമായിട്ട് ലോക്കൽ ബ്രാൻഡൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അത് സ്കിന്നിൻ്റെ ഭാഗം ഒട്ടൊന്നുമില്ല. ഐലൈനർ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ലിപ്പ് ലൈനർ ഇടുമ്പോൾ കണ്ണിന് കാണാത്ത രീതിയിലാണ് ഉള്ളത്. പിന്നെ ലിപ്സ്റ്റിക്കും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ലോക്കൽ ബ്രാൻഡ് ഉപയോഗിച്ചിട്ട് അതെനിക്ക് ലിപ്സിന് ഒരുപാട് ഇറിറ്റേഷനാണ് എനിക്ക് തോന്നിയത്. പിന്നെ അടുത്തതായി പറയാനുള്ളത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ എനിക്ക് ലാക്മേ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഓയിൽ സെക്രീഷൻ ആയ പോലെ ആയിട്ടുണ്ട്. എനിക്ക് സ്കിന്നിൽ ഡാമേജസ് ഒക്കെ വരാനും ആക്നെ കൂടാനും ഇത്
പണി തന്നിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയാൻ ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് മുൾത്താനി മിട്ടി, അതാണ് ഞാൻ വേർസ്റ്റ് പ്രോഡക്റ്റായിട്ട് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ സ്കിന്നിൽ അത് ഒന്നും മാജിക്കായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത് ഒരുപാട് കഴുകുമ്പോൾ, ഞങ്ങൾ മുഖം കഴുകുമ്പോഴും എനിക്ക് ഒരുപാട് ഇറിറ്റേഷനും റാഷസ് ക്രിയേറ്റ് ആയതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുൾത്താനി മിട്ടി ഉപയോഗിക്കുമ്പോൾ. പിന്നെ അടുത്തതെന്ന് പറയാനായിട്ടുള്ളത് ഫേസ് വാഷ് ഞാൻ പറഞ്ഞു. പിന്നെ ടോണർ എന്ന് പറയാനുള്ളത് ലോക്കൽ ബ്രാൻഡായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് ടോണർ. അത് ഒരുപാട് എരിച്ചിലായിട്ടുണ്ട് എൻ്റെ സ്കിന്നിന്. പിന്നെ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ ദ വേർസ്റ്റ് തിങ് ഈസ് എനിക്ക് ഓയിൽ കൂടുകയും പിന്നെ ഒരുപാട് ഇങ്ങനെ റാഷസ് സ്കിന്നൊക്കെ കളർ ചേഞ്ച് ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായി പറയാനുള്ളത് ബോഡി ലോഷനാണ്. ബോഡി ലോഷനിൽ ഞാൻ വേർസ്റ്റായിട്ട് പ്രോഡക്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് വാസ്ലിൻ്റെ ആണ്. അതായത് ഓയിലി ടെക്സ്ചറായിട്ടും അതും ഉപയോഗിച്ചിട്ടും ഒട്ടിയാലും ഒട്ടാത്ത മാതിരി ഒരു അവസ്ഥയാണ് അതിനുള്ളത്. പിന്നെ ബോറോ പ്ലസ് ക്രീമും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതും വേർസ്റ്റാണ്. എനിക്കത് എൻ്റെ സ്കിന്നിന് ഒന്നും ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടില്ല. പിന്നെ അടുത്തതായി പറയാനുള്ളത് ഷേവിങ് ക്രീമാണ്. അതായത് ഞങ്ങൾ ഹെയർ റിമൂവിങ് ക്രീം ഉപയോഗിക്കുമ്പോൾ അത് ഫെമ്മിൻ്റെ വേർസ്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റായിരുന്നു ഞാൻ ഹെയർ റിമൂവൽ ക്രീമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാനത് കംപ്ലീറ്റായി സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിലും. പിന്നെ അടുത്തതായി പറയാനുള്ളത് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഫുഡ് ക്രീമാണ്. ഞാൻ ബ്രാൻഡ് എടുത്ത് പറയുന്നില്ല, അത് നോർമലായിട്ടുള്ള നല്ലൊരു കമ്പനിയിലത്തെ തന്നെയാണ്. പക്ഷേ എൻ്റെ കാലിനൊന്നും അത് ഹെൽപ്പായിട്ടില്ല, ഏത് രീതിയിലും എനിക്ക് ഹെൽപ്പായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഇത്രയാണ് സ്കിൻ കെയർ റേഞ്ചിൽ എനിക്ക് വേർസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയാനുള്ളത്. പിന്നെ ഹെയർ കെയറിൽ വേർസ്റ്റ് പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പം ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായി ഉണ്ടായിരുന്നു. അതായത് ഹെയറൊക്കെ നന്നായി നല്ല തിക്ക് ബ്ലാക്ക് ഹെയർ ഉണ്ടായിരുന്നു. പക്ഷെ വരെ അത് നോർമലായി പണി തരാൻ തുടങ്ങി. ആദ്യമായിട്ട് ഞാൻ വേർസ്റ്റായിട്ട് പ്രോഡക്റ്റ് ഹെയർ കെയറിൽ ഉപയോഗിക്കുമ്പോൾ ഷാംപൂസിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ എന്നത് പറയുന്നത് ഓൾ ക്ലിയർ ഷാംപൂ. അതും ഓൾ ക്ലിയർ ഷാംപൂ ഉണ്ടല്ലോ, അത് പിന്നെ ക്ലിനിക് പ്ലസ്, രണ്ടും എനിക്ക് പണി തന്നിട്ടുണ്ട്. അത് ക്ലിനിക് പ്ലസ് ഷാംപൂ ഇട്ടാൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ജട ഇങ്ങനെ മുടി ഇങ്ങനെ വരുന്നതാണ്, ഇങ്ങനെ ബഞ്ചായിട്ട് വരുന്നു എനിക്ക്. അത് ഹെയർ വാഷ് കഴിഞ്ഞ പിന്നെ പകുതി ആയിട്ടുണ്ട്. ആ ഷാംപൂ കൊണ്ട് എൻ്റെ മുടി വേർസ്റ്റായി പോയിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത് ജാസ്മിൻ ഹെയർ ഓയിലാണ്. അത് നോൺ സ്റ്റിക്കി ഹെയർ ഓയിൽ, അത് വേർസ്റ്റ് പ്രോഡക്റ്റ്. എൻ്റെ തലമുടിക്ക് സൂട്ടേ ആയിട്ടില്ല. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത് ഇത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് വേർസ്റ്റ് പ്രോഡക്റ്റ്. എൻ്റെ മുടിക്ക് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല. പിന്നെ അടുത്തതായി പറയാനുള്ളത് ഇത് ചിക്ക് ഷാംപൂ വേർസ്റ്റ് പ്രോഡക്റ്റ്. അതും അങ്ങനെ തന്നെ, ഒരുപാട് മുടി കൊഴിച്ചിലല്ലാണ്ട് വേറെ ഒന്നും പ്രശ്നങ്ങൾ, താരൻ കൂടിയിട്ടേ ഉള്ളൂ ചിക്ക് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ. പിന്നെ അടുത്തതായി പറയാനുള്ളത് എനിക്ക് ഹോം മെയ്ഡ് ആയിട്ട് നോക്കുമ്പോൾ റീത്ത പൗഡറാണ് വേർസ്റ്റ് പ്രോഡക്റ്റ്. എൻ്റെ തലയ്ക്ക് സൂട്ടായിട്ടില്ല.
ഐ ഹേറ്റ് ദ റീഠ പൗഡർ. ഞാൻ ഓൺലൈനിൽ ആമസോണിൽ വരുത്തി, പക്ഷേ ബിലീവ് മീ എൻ്റെ മുടി ഡ്രൈ ആണ്, ഉള്ളതും ഡ്രൈ ആക്കി. പിന്നെ തലയിലുള്ള ഒരു ഡേർട്ട് പാർട്ടിക്കിൾസ് ഒന്നും അകറ്റാൻ അതിന് വേർസ്റ്റ് പ്രോഡക്റ്റാണ് റീഠ പൗഡർ. ഹിന്ദിയ എന്നാണ് ആ പ്രോഡക്റ്റിൻ്റെ പേര്. വേർസ്റ്റ് പ്രോഡക്റ്റാണ്. ഓക്കെ, സോ അടുത്തതായി പറയാനുള്ളത് ഹെയർ ഓയിൽസിലാണ്. ഹെയർ ഓയിൽസ് ഞാൻ ആദ്യമേ പറഞ്ഞു, ജാസ്മിൻ ഹെയർ ഓയിൽ, ദ വേർസ്റ്റ് നോൺ സ്റ്റിക്കി ഹെയർ ഓയിൽ ഐ ഹാവ് എവർ യൂസ്ഡ്. പിന്നെ അടുത്തതായി പറയാനുള്ളത് വാട്ടിക ഹെയർ ഓയിലാണ്. അതും നോൺ സ്റ്റിക്കി ഹെയർ ഓയിൽ, വേർസ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ നവരത്ന തെറ്റിയിട്ട് ഞാൻ ഉപയോഗിച്ചു പോയി, പക്ഷേ വേർസ്റ്റ് പ്രോഡക്റ്റ്. ഐ ഹേറ്റ് ദറ്റ് സ്മെൽ. ഓക്കെ, സോ അടുത്തതെന്ന് പറയാനുള്ളത് പതഞ്ജലിയുടെ ഒരു ഹെയർ ഓയിലാണ്. അതും ഒട്ടും എൻ്റെ തലമുടിക്ക് ഒന്നും ഹെൽപ്പായിട്ടില്ല. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത് ഡാബർ ആംല ഹെയർ ഓയിൽ. അതും അങ്ങനെ തന്നെ, എണ്ണ വെച്ച പോലെ ഇല്ല. അതൊരു ഞങ്ങൾ പരസ്യത്തിലൊക്കെ കാണുമല്ലോ, തിക്ക് ബ്ലാക്ക് ഹെയർ കിട്ടും, അങ്ങനെ ഒന്നുമില്ല. എൻ്റെ മുടിയിലൊരു വ്യത്യാസവും ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ അടുത്തതായി പറയാനുള്ളത് ഇനിയൊന്ന് ആൽമണ്ട് ഹെയർ ഓയിലാണ്. ഡാബറിൻ്റെ ആൽമണ്ട് ഹെയർ ഓയിൽ, അതും നോൺ സ്റ്റിക്കി ഹെയർ ഓയിലാണ്. പക്ഷെ മുടിക്ക് ഒരുപാട് സ്മെല്ല് തന്നു, അല്ലാണ്ട് വേറെ ഒരു പോസിറ്റീവായിട്ടുള്ളതൊന്നും പറയാൻ എനിക്കില്ല. ഓക്കെ, ഇത്രയൊക്കെയാണ് വേർസ്റ്റ് പ്രോഡക്ട്സ് എനിക്ക് സ്കിൻ കെയറിലും ഹെയർ കെയറിലും പറയാനുള്ളത്. പിന്നെ അടുത്തതിപ്പോൾ പറയാൻ പോകുന്നത് ബെസ്റ്റ് സ്കിൻ കെയറിലും പിന്നെ ഹെയർ കെയറിലും. അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് സ്കിൻ കെയറിലാണ്. സ്കിൻ കെയറിൽ ഞാൻ ബെസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ക്രീം എന്ന് പറയുന്നത് ലാക്ടോജൻ ക്രീമാണ്. അത് മോയ്സ്ചറൈസർ പിന്നെ കോമ്പാക്ട് പൗഡർ പോലെ ജസ്റ്റ് ഒരു 2-3 ഇങ്ങനെ ഡോട്ട്സ് ഇട്ടിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്താൽ തന്നെ ഞങ്ങളുടെ സ്കിൻ കോംപ്ലക്ഷന് കറക്റ്റായി സൂട്ടാവും. പിന്നെ അടുത്തതായി പറയാനുള്ളത് ഐബ്രോ പെൻസിലാണ്. ഐബ്രോ പെൻസിൽ എന്ന് വെച്ചാൽ ലാക്മേ ഞാൻ സജസ്റ്റ് ചെയ്യുക. ലാക്മേ ഐബ്രോ പെൻസിലാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് പറയാനുള്ളത് ഇത് ഐലൈനർ ഈസ് ഡാസ്ലർ, ഇറ്റ്സ് വെരി നൈസ്. പിന്നെ അടുത്തതെന്ന് പറയാനുള്ളത് കാജൽ L18 ആണ്. പിന്നെ L18ലും പിന്നെ ലാക്മേ ഫാറ്റായിട്ടുള്ള ഒരു കാജൽ പെൻസിൽ വരും. അതായത് ഞാൻ എൻ്റെ ഷോർട്സിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ. അത് വെരി നൈസ്, നോൺ സ്മഡ്ജ് ആണ്. അപ്പോൾ നല്ല ഒരു ഡാർക്ക് ഐ ലുക്ക് ആണ് തരുന്നത്. പിന്നെ അടുത്തതെന്ന് പറയാനായിട്ടുള്ളത് കോമ്പാക്ട് പൗഡർ, അതും L18 ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അത് വിട്ട ഡാസ്ലർ ഉപയോഗിക്കാവുന്നതാണ്, വെരി നൈസ്. അത് പൗഡർ ഇട്ടതും നല്ല ബ്ലെൻഡാവും സ്കിന്നിലൂടെ. പിന്നെ അടുത്തതായി പറയാനുള്ളത് ഫൗണ്ടേഷൻ ഈസ് ഡാസ്ലർ പിന്നെ L18ൻ്റെ ഒരു ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്കായിട്ടും ഉപയോഗിക്കാം. മാക്കിൻ്റെ ഉണ്ട്, ലോറിയലിൻ്റെ ഉണ്ട് ഫൗണ്ടേഷൻ ആയിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അടുത്തതായി പറയാനുള്ളത് ലിപ്സ്റ്റിക്. അപ്പോൾ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ലിപ്പ് ലൈനറും ലാക്മേ നന്നായിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക് എന്ന് പറയാനുള്ളത് L18 ആണ്. L18ൽ നല്ല നല്ല ഷെയ്ഡുണ്ട്, അതായത് ഓറഞ്ച് ക്രീമി ടെക്സ്ചറായിട്ടുള്ളത് നല്ല ഒരു L18 പോപ്പ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് നന്നായിട്ടുള്ളത്. പിന്നെ നൂഡ് ലിപ്സ്റ്റിക്സ് എന്ന് വെച്ചാൽ ലാക്മേയിൽ ചിലതുണ്ട്, അതായത്
ചിലത് നോൺ സ്റ്റിക്കി പോലെ തോന്നും, അത് ലിപ്സ്റ്റിക്ക് ഇട്ടാലും ഇടാത്ത മാതിരി ഉണ്ടാവും. അങ്ങനെയല്ല, ചിലത് ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിക്കാം. പിന്നെ റെവ്ലോണിൻ്റെ ലിപ്സ്റ്റിക്സും നല്ലതുണ്ട്. പിന്നെ L18 എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. പിന്നെ ഡാസ്ലർ ലിപ്സ്റ്റിക്സ് ഈസ് ഗുഡ്. പിന്നെ അടുത്തതായി പറയാനുള്ളത്, എനിക്ക് ലിപ്സ്റ്റിക്സ് എന്ന് വെച്ചാൽ ന്യൂഡ് ലിപ്സ്റ്റിക്സാണ് ഒരുപാട് ഇഷ്ടമായത്. ഷുഗർ ലിപ്സ്റ്റിക്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. പിന്നെ അടുത്തായി പറയാനുള്ളത് ഇത് സ്കിൻ മാർക്സൊക്കെ പോവാനായിട്ടുള്ളത്, അത് ആക്നെയൊക്കെ കുറയ്ക്കാനായിട്ടുള്ളത് ഒരു ന്യൂട്രജനയുടെ ഫേസ് വാഷാണ് കിട്ടുന്നത്. അതും നന്നായിട്ടുണ്ട്. പിന്നെ ടോണറും അങ്ങനെ തന്നെയാണ്, അതും നല്ലൊരു ബ്രാൻഡായി നോക്കിയിട്ട് മേടിക്കുക. ഓക്കെ, അപ്പം ക്ലെൻസറും അങ്ങനെ തന്നെ നാച്ചുറലിൻ്റെ ഒരു ക്ലെൻസറാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതും ദ ബെസ്റ്റാണ് കേട്ടോ. പിന്നെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഫേസ് മോയ്സ്ചറൈസർ സെറ്റാഫില്ലിൻ്റെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്കിൻ കെയർ പ്രോഡക്ട്സിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തതായി പറയാൻ പോകുന്നത് ഹെയർ കെയർ ആണ്. ഹെയർ കെയറിലെന്ന് പറയുമ്പോൾ ഞാൻ ഷാംപൂസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹെർബൽ എസൻസിൻ്റെ ആണ് ഒരു ഷാംപൂ. ദ വെരി നൈസ് എസൻസ്, നല്ലൊരു മണം, വെരി ഗുഡ്. ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലോറിയൽ പാരീസിൻ്റെ ആ റേഞ്ചിൻ്റെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഹെയറിൻ്റെ എന്ത് പ്രോബ്ലം ഉണ്ടോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ. ഞാൻ ഓൾ ഇൻ വൺ, അതായത് 5 പ്രോബ്ലംസ് 1 സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ലോറിയൽ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിരുന്നു. അതും നന്നായിട്ടുണ്ട് കേട്ടോ. ഹെയറിന് ഒരു പ്രോബ്ലമും വരുത്താതെ ഞങ്ങളുടെ ഹെയർ നല്ല ഷൈനി ലുക്കാണ് തരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹെയർ മാസ്ക്, പിന്നെ കണ്ടീഷണർ, ഷാംപൂ ഒക്കെ ഉപയോഗിച്ചാലും നിങ്ങളുടെ മുടി നല്ല ലോങ്, വെരി നൈസ് ലുക്കിംഗ്, ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, അടുത്തതായി പറയാനുള്ളത് ദ ബെസ്റ്റ് ഈസ് ട്രെസമെ. ട്രെസമെ ഇസ് വെരി നൈസ്, സോഫ്റ്റ് ആൻഡ് സ്മൂത്ത്, നല്ല ബ്ലെൻഡാവും. ലൈക്ക് you will fall in love with your hair. ഓക്കെ, ട്രെസമെ നന്നായിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തതെന്ന് പറയാനായിട്ടുള്ളത് സൺസിൽക്കിൽ ചില ഇത് മാത്രമേ നന്നായിട്ടുള്ളൂ. എനിക്ക് ബ്ലാക്ക് ഷാംപൂ ആണ് പിടിച്ചിട്ടായിട്ടുണ്ടായിരുന്നത്, അതായത് ഇഷ്ടമായിട്ടുള്ളത് ബ്ലാക്ക് ഷാംപൂ ആണ്, സൺസിൽക്ക് ഷാംപൂ. ഇത്രയൊക്കെയാണ് ഹെയർ വാഷിൽ പറയാനുള്ളത്. ദ ബെസ്റ്റ് കണ്ടീഷണർ ഈസ് ഡവ് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബെസ്റ്റ് ഹെയർ ഓയിൽസ് എന്ന് പറയാനുള്ളത് നോർമൽ പാരഷൂട്ട് ഹെയർ ഓയിലാണ്. പിന്നെ അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഡാബർ ഹെയർ ഓയിലാണ്. അത് വിട്ട മീര ഹെയർ ഓയിലാണ്. പിന്നെ മീരയുടെ ഷാംപൂ നല്ലതുണ്ട്, അതായത് ഹെർബൽ പൗഡറായിട്ടും കിട്ടുമല്ലോ, അതും ഒന്നുണ്ട്. പിന്നെ മീരയുടെ റേഞ്ചിൻ്റെ അതും ഷാംപൂസ് നല്ലതുണ്ട്. ഞാൻ ഓണിയൻ ഫെനുഗ്രീക്ക് മിക്സ് ആയിട്ടുള്ള ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇറ്റ്സ് വെരി നൈസ്. അത് താരൻ തന്നെ ഒരു 2 വാഷിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റായി മാറിക്കിട്ടുന്നതാണ്. അപ്പം നിങ്ങളൊക്കെ ഇതൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അടുത്തതായി പറയാനുള്ളത് ഹെയർ കെയറിൽ സിറമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ലിവോൺ. ഓക്കെ, ലിവോൺ അതൊരു 5 മാർക്സിൽ 3 മാർക്സ് കൊടുക്കാം. അടുത്തത് ലിവോൺ വിട്ടാൽ സ്ട്രീക്സിൻ്റെ ഇത് ഹെയർ സിറം നല്ലതുണ്ട് കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ലോറിയൽ പാരീസിൻ്റെ ഒരു സിറം നല്ലതുണ്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ സൂട്ടാവുന്നോ ആദ്യമായിട്ട് ഉപയോഗിച്ച് നോക്കുക, പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ.
അപ്പോൾ അടുത്തതായി പറയാനുള്ളത് ഫ്രിസ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത് ബയോലാജിൻ്റെ ഒരു ഹെയർ സിറമാണ്. അതും നല്ലതുണ്ട് കേട്ടോ. ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട് എൻ്റെ ഹെയറിൽ. അതൊരാഴ്ച വരെ നന്നായിട്ട് ഞങ്ങളുടെ മുടി ഒന്ന് സ്മൂത്താക്കി വെക്കാൻ അത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് ഹെയർ കെയറിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോസ് കാണുക. അപ്പോൾ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.